നമസ്കാരം, റിഷ്വാൻ വി കെ ദ ഐഡന്റിറ്റി മേക്കർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ 1 കോടിയുടെ ബിസിനസ് നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള 3 പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, എവിടെ നീ 1 CR സെയിൽ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതിന് പ്രൂഫ് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോവുക, റിഷ്വാൻ വി കെ എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ഒരു പ്രൊഫൈൽ കാണാൻ പറ്റും. അതിൽ ഹൈലൈറ്റ്സിൽ 1 CR എന്നുള്ള 1 CR ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ എത്രയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള എമൗണ്ടും ഞാൻ അതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 1 CR തന്നെ കഴിഞ്ഞ വർഷത്തിൽ ഈ ഒരു വർഷം 2025 ജനുവരി ഒക്കെ ആയപ്പോൾ നമ്മളത് ഓൾമോസ്റ്റ് 1 CR എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 8-ാം മാസം 2025 8-ാം മാസം എത്തിയിരിക്കുകയാണ്. ഇതായപ്പോൾ തന്നെ നമുക്കൊരു 1.5 CR മേലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കൂടി ആഡ് ഓൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം 1 CR എങ്ങനെ ഞാൻ കസ്റ്റമേഴ്സിന് മേക്ക് ചെയ്ത് കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ പേജസ് വളരെ കൃത്യമായി സെറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മളാണെങ്കിലും നമുക്കൊരു സ്റ്റുഡൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒബിയസ്ലി നമ്മൾ നോക്കുന്ന പ്ലാറ്റ്ഫോം ഏതാ? യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്. ഒരു ആവറേജ് ഇന്ത്യക്കാരന് ഈ 3 പ്ലാറ്റ്ഫോമാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. കുറച്ചുകൂടി പ്രൊഫഷണലൈസ് ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ, വെബ്സൈറ്റ്, ലിങ്ക്ഡിനൊക്കെ മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ പോകാറുണ്ട്. പക്ഷെ 3 പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ് ഈ 3 പേജുകളിലും ഒരാൾ കണ്ടാൽ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പേജുകളെ സെറ്റ് ചെയ്ത് നിർത്തണം. വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പേജസ് അറിയുമ്പോൾ അതിൽ റിയൽ ക്ലയൻസിൻ്റെ ഫീഡ്ബാക്ക് ആവും, ബിഹൈൻഡ് ദ സീൻസ് ആവും, കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് വീഡിയോസുകൾ, ഇതിന് ബാക്കിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നത്, ഇതിൽ കുട്ടികൾക്ക് വന്നിട്ട് പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു, ഇതുള്ള കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പേജിൽ വളരെ സെറ്റ്, അതിനൊരു ഫോർമാറ്റിൽ തന്നെ നമ്മളത് സെറ്റ് ചെയ്തെടുക്കണം. ഓരോ ബിസിനസ്സിനും ഓരോ ടൈപ്പിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ കൃത്യമായൊരു സ്ട്രാറ്റജി. കാരണം നമ്മളത് എങ്ങനെയാണ് കസ്റ്റമറെ ക്ലോസ് ചെയ്യുന്നത്? ആദ്യം അവരെ എൻക്വയറി ചെയ്യുന്നു, ആ എൻക്വയറികളൊക്കെ ഏത് വീഡിയോ ചെയ്യണം? രണ്ടാമത് അവരെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ ചെയ്യണം, അപ്പോൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തണം എന്നുള്ള കാര്യം നമ്മളൊരു സ്ട്രാറ്റജി മേക്ക് ചെയ്യണം. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മളെന്ത് പറയാം, ഒരു തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ നമുക്ക് ഇത് ക്ലോസ് ചെയ്തെടുക്കാം എന്നുള്ളത് അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ അക്കാദമിൻ്റെ ഒരു കേസിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഒരു അവയർനെസ് വേണം. ആ പ്രൊഡക്റ്റിനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ബെനിഫിറ്റ്സ്, അത് കിട്ടുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള നമ്മൾ അവർക്ക് എൻക്വയറീസുകൾ ചെയ്യാനും ഇവരെ എടുക്കാനും അതിൻ്റെ ആഫ്റ്റർ ആയിട്ടുള്ള സർവീസസും കാര്യങ്ങളൊക്കെ, ഇത് ഓരോ ബിസിനസ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി മേക്കൽ നിർബന്ധമാണ്. മൂന്നാമതാണ് റോഡ് മാപ്പ്. ഈ റോഡ് മാപ്പ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു മാസം നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പായിട്ട് കസ്റ്റമേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്ലയൻസിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു കലണ്ടർ പ്ലാൻ ചെയ്ത് കൊടുക്കും. ഈ കലണ്ടറിൽ ഉണ്ടാവും ഏതൊക്കെ ദിവസങ്ങൾ ഏതൊക്കെ പോസ്റ്റാണ് പോകുന്നത്, എന്താണ് ഇനി ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ, അതിൽ ഏത് ദിവസമാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്, ഏത് ദിവസങ്ങളിലാണ് ഇത് പബ്ലിക് ആവുന്നത്, ആരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ആ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഏജ് ഗ്രൂപ്പാണെന്ന്, അവരെ ഇൻട്രസ്റ്റുകൾ എന്താണ്, ഏതൊക്കെ ലൊക്കേഷനിൽ നിന്നുള്ള ആളുകളെ നമ്മൾ എടുക്കുന്നത്, അതെടുത്ത് കഴിഞ്ഞിട്ട് എൻക്വയറി ചെയ്യുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് അവർക്ക് ഡെലിവറി ചെയ്യേണ്ടത്, അവരെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, പിന്നെ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു സർക്കിളാണ്, ഒരു സൈക്കിളിൻ്റെ വീല് നമ്മൾ ടയർ പോലെ. അതിൽ ഓരോ ഇല്ലെങ്കിലും ഓരോ പാർട്ടാണ്. അതിൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ട, കോണ്ടന്റ്, നല്ല ഡിസൈനിങ് വേണം, നല്ല ടെലികോളേഴ്സ് വേണം, അവിടുത്തെ സ്റ്റാഫ്, അവർ കൊടുക്കുന്ന പ്രൊഡക്റ്റ്, ഇതെല്ലാം കംപ്ലീറ്റ് ആയാൽ മാത്രമേ ക്ലോസിംഗ് എന്നുള്ള സംഭവം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ, പേജ് കൃത്യമായി സെറ്റ് ചെയ്യുക, സ്ട്രാറ്റജി മേക്ക് ചെയ്യുക, എങ്ങനെ ഇവരെ ഇതിലേക്ക് കൊണ്ടുവരും, അടുത്ത കാര്യമാണ് റോഡ് മാപ്പ്. എങ്ങനെ ഇവരെ ഈ ക്ലോസിങ്ങിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഓരോ ദിവസത്തെ ആക്ടിവിറ്റി, അത് നമ്മൾ കലണ്ടർ സെറ്റ് ചെയ്യുക, അതേപോലെ ടു ഡു ലിസ്റ്റുകൾ തയ്യാറാക്കുക, കണ്ടന്റുകൾ പ്രിപ്പറേഷൻ ചെയ്യണം, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.